ഇന്നത്തെ വീഡിയോയിൽ ഓപ്പണിംഗിൽ വരുത്തിയ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം വേഗത്തിൽ ട്രാപ്പിലായ ഒരു ഗെയിമാണ് കാണിക്കുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1932-ലാണ്. വൈറ്റ് E4 മൂവ് ചെയ്ത് കളി സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. ഇറ്റാലിയൻ ഗെയിമാണ്. ബ്ലാക്ക് അടുത്തതായി D6 മൂവ് ചെയ്ത് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് കിങ് സൈഡിലേക്ക് ക്യാസിൽ ചെയ്യുന്നു. ഇവിടെ ബിഷപ്പിനെ G4ലേക്ക് മൂവ് ചെയ്ത് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്ത് ഹംഗേറിയൻ ഡിഫൻസിലേക്ക് മാറുകയോ ആണ് ഇവിടെ ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. നൈറ്റിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഇവിടെ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് F7ലേക്ക് 2 പീസുകൾ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ D5 മൂവ് ചെയ്ത് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുകയാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ഇവിടെ ബ്ലാക്ക് ഈ അറ്റാക്ക് കാണാത്തത് കൊണ്ടോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉള്ളത് കൊണ്ടോ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ D5 മൂവ് ചെയ്ത് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നില്ല, പകരം F5 മൂവ് ചെയ്ത് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് വളരെ വലിയ ഒരു ഓപ്പണിംഗ് മിസ്റ്റേക്ക് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വൈറ്റ് ഈ അവസരം മുതലാക്കുകയാണ്. അതിനായി ആദ്യം ബിഷപ്പിനെ കൊണ്ട് F7ൽ ഒരു ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റ് അറ്റാക്കിലാണ്. ആ നൈറ്റിനെ E6ലേക്ക് മൂവ് ചെയ്താൽ ബ്ലാക്കിന്റെ ക്യൂനിനെ ട്രാപ്പിലാക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ക്യൂനിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല, പകരം മറ്റൊരു അറ്റാക്കുമായി മുന്നോട്ടു പോവുകയാണ്. അതിനായി ക്യൂനിനെ G4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഈ ചെക്കിനെ ബ്ലാക്കിന് 2 രീതിയിൽ ബ്ലോക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നൈറ്റിനെ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ പൗണ് വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ഈ കളത്തിലേക്ക് പൗണിന് കൺട്രോൾ ഉള്ളത് കൊണ്ടാകാം ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം പൗണ് വെച്ചാണ് ഈ ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നത്. വൈറ്റ് പൗണ് വെച്ച് ആ പൗണിനെ വെട്ടിയെടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ F6 മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചെക്ക് ഒഴിവാക്കാനായിട്ട് ബ്ലാക്ക് ആദ്യം തന്നെ ക്യൂനിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. H5 മൂവ് ചെയ്തുകൊണ്ട് ക്യൂനിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ F6 മൂവ് ചെയ്ത് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ പൗണ് വെച്ച് ക്യൂനിനെ വെട്ടി ആ ചെക്ക് ഇല്ലാതാക്കാമെന്നാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അടുത്ത 3 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ആ 3 മൂവുകൾ ഏതാണെന്ന് ഈ വീഡിയോ പൗസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് പ്രതീക്ഷിച്ച മൂവ് തന്നെയാണ് വൈറ്റ് ഇവിടെ ചെയ്യുന്നത്. F6 മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്കിനിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ പൗണ് വെച്ച് ക്യൂനിനെ വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ നൈറ്റ് വെച്ചാണ് ഈ ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നത് എങ്കിൽ അടുത്ത മൂവിൽ നൈറ്റിനെ വെട്ടി അതേ ചെക്ക് തന്നെ വരുന്നതോടെ കളി ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റിനെ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം പൗണ് വെച്ച് ക്യൂനിനെ വെട്ടിയെടുക്കുന്നു. ഇനി അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. എല്ലാവരും കണ്ടുപിടിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആദ്യം ബിഷപ്പിനെ E6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കിങ്ങിനെ E8ലേക്ക് തന്നെ മൂവ് ചെയ്യുന്നു. ഈ സമയത്തെ പൗണ് വെച്ച് ചെക്ക് കൊടുക്കുന്നതോടെ കളി ചെക്ക്മേറ്റ് ആയി.